ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇന്ന് 10ാം തരം പ്രാഥമിക പരീക്ഷ 3ാം ഘട്ടത്തിൻ്റെ പരീക്ഷയായിരുന്നു. ചോദ്യപേപ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ചോദ്യവും ഉത്തരവും അനലൈസ് ചെയ്യുകയല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ പരീക്ഷയെ പൂർണ്ണമായിട്ടൊന്ന് വിശകലനം ചെയ്യുക. ആദ്യ 2 ഘട്ടം നടന്നു, ഇനി ഒരു ഘട്ടം കൂടി നടക്കാനുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 4 ഘട്ടമായി പരീക്ഷ നടത്തുമ്പോൾ LGS LDC പരീക്ഷ പോലെ അല്ല. LGS LDC പരീക്ഷയ്ക്കൊക്കെ വിവിധ ഘട്ടങ്ങളിൽ നടന്നാലും ഒരു ഘട്ടത്തിലെ ചോദ്യപേപ്പറിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ എളുപ്പം മറ്റൊരു ഘട്ടത്തിലെ കുട്ടികളെ ഒരിക്കലും ബാധിക്കില്ല. കാരണം ഒരേ ജില്ലക്കാർ പരീക്ഷ എഴുതുന്നത് ഒരേ ചോദ്യപേപ്പർ തന്നെ. അതേസമയം ഒരു പ്രാഥമിക പരീക്ഷ എന്ന് പറയുമ്പോൾ മെയിൻസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത നിർണ്ണയിക്കുന്ന പരീക്ഷ. അപേക്ഷകരെ 4ആയിട്ട് തിരിച്ച് 4 ഘട്ടങ്ങളിൽ പരീക്ഷ നടത്തുന്നു. എല്ലാ ജില്ലക്കാരും ഓരോ ഘട്ടങ്ങളിലും ഉൾപ്പെടാം. അങ്ങനെ വരുമ്പോൾ എളുപ്പമായ ഘട്ടത്തിൽ പരീക്ഷ എഴുതിയവർക്ക് എപ്പോഴും ഒരു മുൻഗണന ലഭിക്കുന്ന അവസ്ഥ. അങ്ങനെ ചിന്തിക്കുമ്പോൾ 3ാം ഘട്ടക്കാർ ഭാഗ്യവാന്മാർ. ആദ്യ 2 ഘട്ട പരീക്ഷയും ഒരു LDC പരീക്ഷയോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. സയൻസൊക്കെ നല്ല ഹൈ ലെവൽ ആനുകാലികമല്ല പ്രസ്താവന ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇന്നത്തെ ചോദ്യപേപ്പർ താരതമ്യേന എളുപ്പമായിരുന്നു. മുൻവർഷ ചോദ്യപേപ്പറുകൾ പ്രത്യേകിച്ചും GKയും സയൻസും ഒക്കെ ഒരു LDC ലെവൽ നോക്കിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 45 ചോദ്യങ്ങൾ കടുപ്പിച്ച് സയൻസും GKയും കൂടി മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന ഡയറക്റ്റ് ചോദ്യങ്ങൾ. പ്രസ്താവനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-11 പ്രസ്താവന ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ 3-4 എണ്ണം അറ്റൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടാൽ പോലും നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന പ്രസ്താവന ചോദ്യങ്ങൾ. ആനുകാലികത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ 5-6 ആനുകാലിക ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ ഓവറാൾ പരീക്ഷയുടെ വിലയിരുത്തൽ വെച്ച് നോക്കിയാൽ നല്ലൊരു ചോദ്യപേപ്പർ, ഒരു പ്രിലിമിനറിക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യപേപ്പർ. എന്നാൽ അത്ര സ്റ്റാൻഡേർഡ് കുറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എനിവേ മറ്റ് 2 ഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചോദ്യപേപ്പർ. ഇനി ഇതിന് കട്ട് ഓഫ് ഒക്കെ പറയുക ഒരു എക്സാം എഴുതാൻ നമ്മൾ യോഗ്യത നേടിയോ എന്നാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതാൻ ഈ പ്രിലിംസ് എഴുതിയ എത്ര പേർ യോഗ്യത നേടി? 3ാം ഘട്ടത്തിനൊരു കട്ട് ഓഫ്, 2ാം ഘട്ടത്തിനൊരു കട്ട് ഓഫ്, അങ്ങനെയല്ല. PSC നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകുന്നു എന്ന് എനിക്കിതുവരെ 2021 തൊട്ട് ഒരു പ്രാഥമിക പരീക്ഷയിലും യോജിക്കാൻ സാധിച്ചിട്ടില്ല. എനിവേ 4ാം ഘട്ടത്തിലും ഏകദേശം ഈ ലെവലിലുള്ള ഒരു ചോദ്യപേപ്പർ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു 6-7 ചോദ്യങ്ങൾ പ്രസ്താവന അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ ഈ 7ാമത്തെ ചോദ്യമൊക്കെ SCERT ചോദ്യഭാഗത്ത് നിന്നാണ്. സയൻസൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ അക്ഷരത്തെറ്റുകൾ വീണ്ടും ഒരുപാട് കടന്നുകൂടിയിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം, സൈലൻറ്റ് സ്പ്രിങ് നമ്മൾ ഒരുപാട് കേട്ടു, റേച്ചൽ കഴ്സൺ. അങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതലും ചോദ്യങ്ങളിൽ നിറഞ്ഞു നിന്നത്. പ്രസ്താവനകൾ 3 എണ്ണം സയൻസിലാണ്. അത് SCERT അല്ലെങ്കിൽ പുസ്തകം നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ. പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തിയെക്കുറിച്ചുള്ള ചോദ്യം. പിന്നെ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഇമേജ് അഥവാ പ്രതിബിംബം രൂപപ്പെടുന്നതിൻ്റെ സ്വഭാവം. അതിനുശേഷം ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യം. അപ്പോൾ ചലന സമവാക്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ. ഇങ്ങനെ 4 പ്രസ്താവന. ഐസോട്ടോപ്പ്, ഐസോബാർ, ഇത് 5 പ്രസ്താവന സയൻസിൽ നിന്ന് തന്നെ വന്നു. അതിനുശേഷം കണക്കിലേക്ക് വരുമ്പോൾ ബേസിക് കണക്കുകളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളൊന്നും കണ്ടില്ല. ലാഭം നഷ്ടം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ശരാശരി ഉണ്ടായിരുന്നു. ലസാഗു സാഗ,
കോഡിങ്, റാങ്ക്, ഒറ്റയാനെ കണ്ടെത്തുക, അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു രീതിയിലുമുള്ള ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ, അതായത് ജാമിതീയ രൂപങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പോലെയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഭരണഘടനയിലേക്ക് വരുമ്പോഴൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ധനനയം ചോദിച്ചു. നിങ്ങൾ എണ്ണി കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം, ആനുകാലിക ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് കുട്ടികൾ ഒരുപാട് സമയം ആനുകാലികത്തിന് വേണ്ടി കളയുന്നുണ്ടെങ്കിലും ആനുകാലികം വളരെ കുറവാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയും നമ്മളിപ്പോൾ പഠിക്കുന്ന രീതി, എൻ്റെ ബാച്ചിലർ സ്റ്റുഡൻസിന് വേണ്ടി ഞാനിപ്പോൾ LDCക്കാണ് തയ്യാറെടുക്കുന്നത്. LDCക്ക് തയ്യാറെടുക്കാൻ ഇനി 3 വർഷം സമയം നമുക്ക് ബാക്കിയുണ്ട്. ആ 3 വർഷം നന്നായി പരിശ്രമിച്ചാൽ ഒരു LD ക്ലർക്കായി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ഇതാണ്: LDCയിൽ ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, കമ്പ്യൂട്ടർ ഇത്രയുണ്ട്. കമ്പ്യൂട്ടർ അവിടെ നിൽക്കട്ടെ. ഇംഗ്ലീഷും മലയാളവും കണക്കും ഡെയിലി ഒരു 5 ചോദ്യങ്ങളെങ്കിലും നന്നായി മനസ്സിലാക്കി പഠിച്ച് ഓരോ ആഴ്ചയും റിവൈസ് ചെയ്ത് പോകുക. അതോടൊപ്പം തന്നെ സിലബസ് പഠിക്കുന്നതിന് മുന്നേ SCERT പൂർണ്ണമായി പഠിക്കുക. അത് സയൻസും സോഷ്യലും കംപ്ലീറ്റ് പഠിക്കുക. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നന്നായി വായിക്കുക. കുട്ടികൾക്ക് പഠിക്കുന്ന പോലെ അല്ല നമുക്ക് പഠിക്കേണ്ടത്. MCQ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുക. ഇതിനൊപ്പം ആനുകാലികം മുന്നോട്ട് കൊണ്ടുപോവുക. പരീക്ഷ LDC 2027 വരുമ്പോൾ ഉറപ്പായും 2025ലെയും 2026ലെയും സംഭവങ്ങളായിരിക്കും ആനുകാലികം. അപ്പോൾ അന്നന്നത്തെ പത്രവാർത്ത അന്നന്ന് വായിക്കുകയോ കുറിച്ച് വയ്ക്കുകയോ അതുമാത്രം പഠിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. നന്ദി.